സിനിമാ താരം എന്ന പ്രശസ്തി നർത്തകി എന്ന നിലയിൽ ചാന്ദിനിക്ക് ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. സിനിമയിലെത്തിയ ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് അരങ്ങുകളിൽ ചിലങ്ക കെട്ടി ആടാൻ ഭാഗ്യമുണ്ടായി. സിനിമാ നടിയായ നർത്തകിയെ കാണാൻ എല്ലായിടത്തും വലിയ ജനക്കൂട്ടവുമുണ്ടായിരുന്നു. ഒരരങ്ങിലെ പ്രശസ്തി മറ്റൊരരങ്ങിൽ ചാന്ദിനിക്ക് കൂടുതൽ തിളക്കം നൽകി. ഡാൻസ് ഞാൻ ക്ലാസ് 2-3 ക്ലാസ്സൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എൻ്റെ വീട്ടിൽ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ എങ്ങനെയാ വെച്ചാൽ ഞാൻ വരുന്ന സമയത്ത് എടുക്കുള്ളായിരുന്നു. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയം അപ്പം അടുത്ത് ഉള്ള കുട്ടികളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അവർക്കും ടീച്ചർ വരുന്ന സമയത്ത് മതി. പക്ഷേ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമായിരുന്നു ഞാൻ. കാരണം എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ടൈം ഷെഡ്യൂൾ അനുസരിച്ചാണ് സാറാണ് പ്രോഗ്രാം നോക്കുക, അനിൽകുമാർ സാർ. അപ്പോൾ സാർ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗുരു എന്നുള്ള പടത്തിന് സേലത്ത് നിന്ന് വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ വെളുപ്പിനെത്തി സാറ് പ്രോഗ്രാം ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂസ് പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഓർക്കസ്ട്ര റിഹേഴ്സലിൻ്റെ ആവശ്യമൊന്നുമില്ല. സാറ് വരുമ്പോൾ ഞാൻ നല്ല ഉറക്കമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, സാറ് വന്ന് സുനി വേഗം റെഡി ആവണം, വൈകിട്ടാണ് പ്രോഗ്രാം. ആ ഒരു രാവിലെ 2 മണിക്കൂർ ഉറങ്ങി തന്നെ. പിന്നെ വേഗം എല്ലാം പാക്ക് ചെയ്തു. ഞങ്ങൾ ട്രൂപ്പ് വണ്ടി വന്നു, വണ്ടി കയറിയിരുന്നു. വണ്ടിയിലിരുന്നിട്ട് ഞങ്ങളുടെ പാട്ട് സാറ് ഉണ്ടാവും ഫ്രണ്ടിൽ. സാറ് പാട്ട് പാടും, ഏതൊക്കെ ഐറ്റംസാണ് ചെയ്യണമെന്ന് പറയും. കാരണം സ്ഥിരം ചെയ്യുന്ന ഐറ്റംസാണ്, അപ്പോൾ പറയും. അപ്പോൾ സാറ് ജസ്റ്റ് പാട്ട് പാടുമ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ സാറ് ജതി പറയും, നീ ഡൗട്ട് ഉണ്ടെന്ന് നോക്കും. സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ആള് തന്നെയാണ് ചാന്ദിനിക്ക് ജീവിതത്തിൽ തുണയായി വന്ന പുരുഷൻ. പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റും അഭിനേതാവുമായ ഷാജു. വിവാഹത്തോടെ ചാന്ദിനി അഭിനയവേദിയുടെ പടിയിറങ്ങി. ഭാര്യയും അമ്മയും ഒക്കെയായി മാറിയപ്പോഴും ജീവശ്വാസമായി ഒപ്പം കൊണ്ടുനടന്ന നൃത്തത്തെ കൈവിട്ടില്ല. നൃത്ത അധ്യാപികയായി ഒരു വലിയ ശിഷ്യ സമ്പത്തിന്റെ ഉടമയായി കലാജീവിതം തുടരുകയാണ് ഇന്നലത്തെ ഈ താരം. എനിക്കിപ്പോൾ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കുറച്ചധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, പിന്നെ കേരള നടനം, അതെൻ്റെ ക്ലാസ്സിൽ നടക്കുന്നുണ്ട്. അത് ബാച്ചായിട്ട് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ക്ലാസ്സിലേക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ സബ്ബായിട്ട് മ്യൂസിക് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, അങ്ങനെ അത് പോകുന്നുണ്ട്. പിന്നെ വീട്ടമ്മമാർക്ക് ഓർണമെൻറ്റ്സ് മേക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുറകെയാണ് ഞാൻ ഈ ഫീൽഡിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളൊരു, ക്യാമറയ്ക്ക് മുമ്പിലില്ല എന്നുള്ള സത്യം. പക്ഷേ ബിഹൈൻഡ് ദ സ്ക്രീൻ നമ്മളെല്ലാ കാര്യങ്ങളും അറിയാറുണ്ട്, ആൾക്കാരെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ചെറിയൊരു മോള് കൂടിയുണ്ട്. അപ്പോൾ അവളും കൂടി ആയ സ്ഥിതിക്ക് ഒട്ടും ടൈമില്ല എന്നുള്ളതാണ്. അവളുടെ ഒരു ടൈമും ക്ലാസ്സിൻ്റെ ടൈമും എല്ലാം കൂടി ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിലിമിനെ കുറിച്ച് ഞാൻ പറയാം, അങ്ങനെ ഒരു ചിന്ത ഇല്ല മനസ്സിൽ. തിരിച്ച് ഫിലിമിൽ വരണമെന്നോ അതിന് നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, നമുക്ക് ആ ഒരു പ്രൊഫഷൻ വീണ്ടും അങ്ങനെ ചിന്തിക്കുക. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇരിക്കണമെന്നൊരു തോന്നൽ എനിക്കില്ല, ഞാൻ വെറുതെ ഇരിക്കുന്നുമില്ല. ഞങ്ങളൊക്കെ അഭിനയിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടി പ്രൊഫഷണലാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറച്ചുകൂടി പ്രൊഫഷണലാണ് ഇപ്പോഴത്തെ കുട്ടികളെന്ന് തോന്നിയിട്ടുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ അഭിനയത്തിന് വന്നു, വേഷങ്ങൾ ചെയ്തു എന്നല്ലാണ്ട് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയും ഞാൻ പിന്നെയും ചെയ്യുന്ന ഫിലിമിൽ ഞാൻ ചെയ്തില്ല, സീരിയലിലാണ് പിന്നെയും ചെയ്തിരിക്കുന്നത്. ഫിലിമിൽ അങ്ങനെ ഒരു അവസരം കിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്, നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. അവർ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ ഫീൽഡ് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ. ഒലവക്കോട് നന്ദനം എന്ന ഈ വീട്ടിൽ കലാകാരനായ ഭർത്താവ് ഷാജുവിനും 2 പെൺമക്കൾക്കുമൊപ്പം സന്തുഷ്ടയായ കുടുംബിനിയായി കഴിയുകയാണ് ചാന്ദിനി. ഒരു സിനിമാ താരത്തിന്റെ ചായമോ ചമയമോ ഒന്നും അണിയാതെ ഒരു വീട്ടമ്മ മാത്രമാണ് ഇവിടെ ചാന്ദിനി. പ്രണയം തുടങ്ങിയത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ആ സുഹൃത്ത് ബന്ധത്തിൽ നിന്നും പ്രണയത്തിലേക്ക് മാറിയതാണ്. അത് ഫസ്റ്റ് കോരപ്പൻ ദ ഗ്രേറ്റ് എന്നുള്ള സിനിമയിലായിരുന്നു ഫസ്റ്റ് തുടങ്ങി വെച്ചത്. പിന്നെ കുറേ സിനിമകൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ സ്നേഹസമ്മാനം എന്ന് പറയുന്ന സീരിയലുണ്ടായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചു. പിന്നെ അതൊരു തീരുമാനത്തിലൂടെ ഭാര്യ ഭർത്താവ് ആകാമെന്ന് തീരുമാനിച്ചു.